പാലക്കാട് ധോണിയിൽ പുലി ഇറങ്ങിയതായി സംശയം. ചേറ്റിൽ വെട്ടിയ ഭഗവതി ക്ഷേത്രത്തിന് സമീപം പുലിയുടെ കാൽപ്പാടുകൾ കണ്ടു. RRT സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. നന്ദഗോപാലുണ്ട് വിവരങ്ങൾ നൽകാനായി. നന്ദഗോപാൽ, ഈ കാൽപ്പാടുകൾ പുലിയുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? ജിൽസി, ഇന്ന് പുലർച്ചെ 4 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു പുലി ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നത്. ഈ ഒരു പ്രദേശത്തെ വീട്ടിലുള്ള വ്യക്തി നായ കുരയ്ക്കുന്നത് കേട്ടാണ് ഈ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം സ്ഥലത്ത് പരിശോധിച്ച സമയത്ത് വീടിന് സമീപത്തായി പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തുകയും ഉടൻ തന്നെ വനപാലകരെ വിവരം അറിയിക്കുകയും ചെയ്യുകയായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ RRT സംഘം ഇവിടെ എത്തി പരിശോധന നടത്തിയപ്പോഴാണ് ഈ പുലിയുടെ കാൽപ്പാടുകൾ തന്നെയാണ് ഇതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരത്തിൽ പുലിയുടെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടോ എന്നുള്ളൊരു സംശയം പ്രദേശവാസികൾക്കുണ്ടായിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ ഈ കാൽപ്പാടുകൾ പുലിയുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഏതായാലും ഈ ഒരു കാര്യം സ്ഥിരീകരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ രാത്രികാല പെട്രോളിംഗ് ഉൾപ്പെടെ ശക്തമാക്കാനുള്ള ഒരു തീരുമാനമാണ് വനംവകുപ്പ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെയും നിരവധി വന്യമൃഗങ്ങളുടെ ശല്യമുള്ള ഒരു പ്രദേശമാണ്. പ്രത്യേകിച്ചും PT7 ഉൾപ്പെടെയുള്ള ആനകളുടെ ശല്യം ഈ പ്രദേശത്തുണ്ടായിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ പുലിയുടെ ഒരു ഭീഷണി കൂടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശരി, നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.